പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 19 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ,
മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണണേ കർത്താവേ. കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തരം ഉണ്ടായി അവരെ വന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തിൽ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താറ് ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ മെറ്റീരിയലിസത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഈശോ പറഞ്ഞു ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണെന്ന് പറഞ്ഞു, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ഈ ജഡത്തെ ആത്മവൽക്കരിക്കാൻ വേണ്ടി ദൈവസ്നേഹത്തിൻ്റെ മെറ്റീരിയൽ ഭൗതിക രൂപമായ യേശുവിനെ മനുഷ്യാവതാരത്തിലൂടെ കുരിശുമരണത്തിലൂടെ ദൈവസ്നേഹം എന്താണെന്ന് നമ്മളെ തിരിച്ചറിയിച്ചിട്ട് ആ സ്നേഹം സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ പദ്ധതി പ്രകാരം വിളിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്നേഹിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയൽ ആയിരിക്കണം ജഡമായിരിക്കുന്ന മനുഷ്യൻ, ആത്മാവായിരിക്കണ ദൈവം. അപ്പം എന്നിട്ട് പറഞ്ഞ് ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ് നിക്കോഡെമോസ് പറഞ്ഞ പോലെ സംഭവിക്കും. എന്താണ്? ജഡത്തിലും ജനിക്കണം ജഡമായിട്ടേക്ക് ജനിച്ചുകൊണ്ടേ ഇരിക്കും, ആത്മാവിൽ ജനിക്കണം ആത്മാവായിട്ടേക്ക് ജനിച്ചുകൊണ്ടേ ഇരിക്കും, തമ്മിൽ ഇൻട്രാക്ട് ചെയ്യത്തില്ല. യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, മാംസത്തിൽ ജനിക്കുന്ന മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ജനിക്കുന്ന ആത്മാവുമാണ്. അപ്പം അതുകൊണ്ട് ഇത് സമാന്തര രേഖ പോലെയാണ് പോകണം, തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. ഇതിന് തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച പദ്ധതി എന്താണ്? ഈ എനർജിയെ അല്ലെങ്കിൽ അതായത് ആത്മാവിനെ മെറ്റീരിയൽ മനുഷ്യരൂപം സ്വീകരിക്കുക. അങ്ങനെ ആത്മാവ് ദൈവം ആത്മാവാണെന്ന് പറഞ്ഞില്ലേ യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവം ആത്മാവാണ്, നമ്മൾ ജഡവുമാണ്. ഇനി ദൈവം എന്താ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്? ഈ ആത്മാവ് ജഡത്തെ സ്വീകരിക്കും. അപ്പോൾ ആരാണുണ്ടായത്? ദൈവപുത്രനുണ്ടായി. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മനുഷ്യാവതാരമാണ്. ഈ മനുഷ്യാവതാരത്തിലൂടെ ദൈവം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് കുരിശുമരണവും ആ കുരിശുമരണത്തിൻ്റെ ആ പാപപരിഹാരമായിട്ട് എടുക്കുന്നതിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് എന്താണ്? ദൈവസ്നേഹം തന്നെയാണ് വെളിപ്പെട്ട് കിട്ടിയത്. ദൈവം മനുഷ്യാവതാരം പിന്നെയും ശൂന്യവൽക്കരണത്തിലേക്ക് പോകുമ്പോഴാണല്ലോ കുരിശുമരണം സംഭവിക്കുന്നത്. അപ്പം മനുഷ്യാവതാരവും സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്, അതിനേക്കാൾ ഡീപ്പ് എക്സ്പ്രഷനാണ് കുരിശുമരണം. അപ്പോൾ കുരിശുമരണത്തെ കൂടി നമ്മൾ കണ്ടു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഈ ദൈവസ്നേഹം നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ, അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? അവനെ സ്വീകരിച്ച യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, ദൈവസ്നേഹം സ്വീകരിച്ചവർക്കെല്ലാം, അവർ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം, ആ സ്നേഹത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം എന്താണ്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ അവർ ദൈവമക്കളായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രക്രിയയിൽ അതിനകത്ത് ആദ്യകാലങ്ങളിലൊക്കെ ജഡത്തിൻ്റെ ഭയങ്കര പിടിച്ചുപറികളുണ്ടാകും. അതിൻ്റെ അകത്ത് ഇപ്പോൾ അത് ജഡത്തെ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ചില മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ ചിലർ എപ്പോഴും ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും മറ്റുള്ളവരുടെ വക എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, അവരെ എങ്ങനെയെങ്കിലും അവരെക്കാൾ കൂടുതൽ
സമ്പാദിക്കുന്ന ആക്രാന്തങ്ങളൊക്കെ ഇല്ലേ. ഇപ്പം ജഡത്തിൻ്റെ പിടിച്ചുപറികളെന്നാണ് അതിന് പറയണത്. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും അത്. അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വിഷയം, ഉദാഹരണത്തിന് ഈ ഉടമ്പടിയിലൊക്കെ വരുമ്പോൾ ഈ ജഡത്തിൻ്റെ ആക്രാന്തം ആൾക്കാർക്ക് ഉടമ്പടി സ്ലോയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പഠിച്ച സാധനമല്ലേ പാലിക്കത്തുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഞാനൊരു 9ാം ക്ലാസ്സൊക്കെ വരെയൊക്കെ ആടിനെയൊക്കെ വളർത്തുമായിരുന്നു വീട്ടിലെ. അപ്പം ഞാനാണ് എൻ്റെ വീട്ടിലെ വളർത്തണമെന്ന് ഞാനാണ് ഇതെല്ലാം കൊണ്ടാക്കണൊക്കെ ചെയ്യണത്. അപ്പോൾ ആടെ കറക്കണൊക്കെ അപ്പം എനിക്കറിയത്തില്ല. അപ്പം 4 മണിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആടിനെ കറക്കും. പക്ഷേ ഈ വൈകുന്നേരം കറക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആട് കുഞ്ഞിന് വേണ്ടി പാല് വലിച്ച് കളയും ആകട്ടെ മേലോട്ട്. ഒരു 3-4 ആടൊക്കെ ഉള്ള ഞങ്ങളൊരു 10-12 ആടുണ്ടായിരുന്നു. അപ്പം ഈ ആട് പാല് വലിക്കും. അപ്പോൾ അപ്പൻ ഇങ്ങനെ കുറേ കറന്നാലും കിട്ടത്തൊന്നുമില്ല. അപ്പം കാണിക്കുന്ന സൂത്രമുണ്ട്. ആട് കുഞ്ഞിന് വേണ്ടിയാണല്ലേ ആട് പാല് വലിക്കണത്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചാൽ അപ്പന് അകടയിൽ ഇങ്ങനെ മുലക്കണ്ണിൽ പിടിപ്പിച്ച് കഴിയുമ്പോൾ ശരിയാവില്ല. അപ്പോൾ കുഞ്ഞ് പിടിച്ചല്ല. അപ്പോൾ ആട് പാലിറക്കി കൊടുക്കും. ഉടനെ അപ്പനെ കുഞ്ഞിനെ മാറ്റും. എന്നിട്ട് ആ പാല് കറന്നെടുക്കും. ഈ വളർത്തുകാർക്കെല്ലാം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പക്ഷെ അത് ചില ചുരത്തിച്ച് പറ്റിക്കണ ഒരു പരിപാടിയാണത്. ഇതിൻ്റെ അകത്തൊരു ജഡമുണ്ട്. നമ്മൾ ഈ ആടിനോട് കാണിക്കുന്ന ഈ സ്വഭാവം ചില സമയത്ത് ദൈവത്തോട് കാണിക്കും. വെച്ചാൽ ഇപ്പം അനുഗ്രഹം മേലോട്ട് വരച്ചിരിക്കുന്ന സമയം നമുക്ക് അനുഗ്രഹം കിട്ടണില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളിതുപോലെ ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഉടമ്പടി എടുക്കും, പത്രം കൊണ്ട് നടന്ന് കൊടുക്കും. അതൊക്കെ കുഞ്ഞിനെ കൊണ്ട് ചുരത്തിപ്പിച്ച് എടുത്തിട്ടേ കുഞ്ഞിനെ വലിച്ചു മാറ്റത്തില്ലേ. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി രോഗികൾക്ക് പൊതിച്ചോറ് കൊടുക്കും. പക്ഷേ ദൈവത്തിനറിയാതെ ഈ ആത്മീയമായ കാര്യമാണ് ജഡത്തിൻ്റെ അരൂപിലാണ് ചെയ്യണത്. ഉടമ്പടിയിൽ വന്നിരുന്ന ഒരു ചെറിയൊരു പ്രശ്നം അതാണ്. ആത്മീയ കാര്യം ചിലർ ജഡാരൂപി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊണ്ട് ചുരത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം പാലിറക്കി കിട്ടാൻ വേണ്ടിയാണ്. അനുഗ്രഹം ഇറക്കി കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പ്രവർത്തനം ചെയ്യുക, കുറച്ച് പൊതിച്ചോറ് കൊണ്ട് ആശുപത്രി കൊടുക്കുക, ഇങ്ങനെ കുറേ പരിപാടിയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം പ്രസാദിച്ച് അനുഗ്രഹം ചുരത്തുമെന്ന് അവർക്ക് വിചാരം. ഇതൊന്നും നടക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ തന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും നിക്കോഡേമോസാണ് സബ്ജക്റ്റ് കേട്ടോ. ജഡത്തിൽ ജനിക്കുക, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. ഇതിൽ ഈശോ പറഞ്ഞത് ഇത് തമ്മിൽ ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. പകുതി ജഡവും പകുതി ആത്മാവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. ആത്മാവാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മീയമായിട്ട് തന്നെ ചെയ്യണം. കാര്യം ദൈവത്തിനെ മുൻനിർത്തിയാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ അത് പിന്നെ ജോലി കിട്ടാൻ വേണ്ടി, പിന്നെ ജപ്തി നടപടി മാറാൻ വേണ്ടി അത് ദൈവം നമുക്ക് ചെയ്തു തരേണ്ടതാണത്. പക്ഷേ അത് ലക്ഷ്യം വെക്കരുത്. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവം തന്നെയായിരിക്കണം. ആത്മാവിൽ ജനിക്കുന്ന ആത്മാവ് തന്നെയായിരിക്കണം. അങ്ങനെ വന്നാൽ ദൈവസ്നേഹം, ഈ മെറ്റീരിയലാണ് പ്രോബ്ലം. ജഡം മെറ്റീരിയലിനെ ഡിവിനൈസ് ചെയ്യുന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ജഡത്തിനെ ഏതെല്ലാം പരുവപ്പെടുത്തി ആത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുക്കുന്ന വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തിനാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ബൈബിളിലെ. അപ്പം അതുകൊണ്ട് നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. നമ്മൾ ഈശോ പറയത്തില്ലേ, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അതുപോലെ ഞാനും പറയുകയാണ്, ഇതൊക്കെ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു ഒരുക്കത്തോടെ ജാഗ്രതയോടെ ഈ ഒരു പ്രോസസ്സിനെ, ലൈഫിലുണ്ടാകുന്ന അനുഭവങ്ങളെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ വിസ്തരിക്കപ്പെടാൻ വേണ്ടി, വിപുലീകരിക്കപ്പെടാൻ വേണ്ടി ബോധപൂർവ്വം നമുക്ക് ദൈവത്തെ ലക്ഷ്യം വെച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.